ഹേ ഗൈസ്, ഞാൻ പിന്നെയും വന്നു. ഇത്തവണ നമ്മളൊരു കിഡിലും പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫ്രാൻസിൻ്റെ 1998 പാക്ക്. അപ്പോൾ എങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോകല്ലേ. ഡിസൈലിയുടെ ബിഗ് ടൈം ഡെസ്ട്രോയർ കാർഡ്, അതിൻ്റെ കൂടെ മാർക്കസ് തുറാമിൻ്റെ ഡിഫൻസീവ് ഫുൾ ബാക്ക് കാർഡ്, കൂടാതെ നമ്മൾ ഇത്ര നാളും വെയിറ്റ് ചെയ്ത പാട്രിക് വിയറിൻ്റെ ആങ്കർമാൻ കാർഡ്. ഈ 3 കാർഡിൻ്റെ ഹൈപ്പ് കൊണ്ട് തന്നെ ഈ പാക്ക് മിക്ക ആൾക്കാരും കറക്കുന്നുണ്ട്. സോ നമ്മളും ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 900ൻ്റെ ട്രൈ തന്നെ കൊടുത്തു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ട്രൈ. 3, 2, 1 ഗോ. കറങ്ങുന്നുണ്ട്, ലാഗ് ആണല്ലോ, എത്തിക്കാണോ ഇനി. ഓക്കെ, DMF ഫെനബാഷെ കാണ്ടയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് ട്രൈയിലില്ല. ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മളോട് ഫസ്റ്റ് ട്രൈയിൽ തരാൻ മാത്രം സ്നേഹമൊന്നും കൊണാമിക്ക് നമ്മളോടില്ല. അങ്ങനെ ഫസ്റ്റ് 900 പോയി. ഓക്കെ, നമുക്ക് കോയിൻസ് ഉണ്ട്. മാക്സിമം നമ്മുടെ ടാർജറ്റ് അടിക്കുന്നവരെ പോവാന്നുള്ളതാണ്. ടാർജറ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പം നിർത്തും. ടാർജറ്റ് തൽക്കാലം ഞാൻ പറയുന്നില്ല, കിട്ടുമെന്ന് പറയാം. സോ നെക്സ്റ്റ് ട്രൈ 900 കൊടുത്ത് നോക്കാം. ഓക്കെ, ഹിയർ വി ഗോ. സെൻറ്റർ ബാക്ക് ചെൽസിൻ്റെ ജേഴ്സി. ഇതാരാ? ഫൊഫാനെ. വെസ്ലി ഫൊഫാനെ. ഫസ്റ്റ് 4 സ്റ്റാർ, ഇപ്പം 3 സ്റ്റാർ. എൻ്റെ കൊണമി ഇത് ബാക്കോട്ടാണല്ലോ പോകുന്നത്. ഓക്കെ, അടുത്തതൊരു 900 കൊടുക്കുന്നതിന് ഒരു 100 കൊടുത്ത് നോക്കാം. നമുക്ക് ഒരു പാറ്റേൺ ചുമ്മാ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ കോയിൻ മൊത്തം കൊണ്ടുപോകുന്ന പോലെ ഉണ്ട്, എന്നാലും നോക്കാം നമുക്ക്. ഓക്കെ, ഒരു 100 കൊടുത്ത് നോക്കാം. ഓക്കെ, CMF. ഓക്കെ, 100-ലൊന്നും വലിയ ചാൻസ് ഇല്ല. ബട്ട് നമുക്ക് അടുത്തൊരു 900ലേക്ക് പോവാം. ഓക്കെ, 3, 2, 1 ലാഗ് ഉണ്ട്. ഓക്കെ, DMF അതും തീരുമാനമായി. ഇതാരാ? ഓക്കെ, പിക്. എൻ്റെ മനുഷ്യനെ പിക്. ഇതാരാ? പാട്രിക് വിയറ. എൻ്റെ മോനെ ഗൈസ്, ആങ്കർമാൻ പാട്രിക് വിയറ ഇൻ ദ ഹൗസ്. എത്ര കാലം എന്നറിയും ഈ ഒരു കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് വന്ന പാക്കൊക്കെ കറക്കി നോക്കിയിട്ടും നല്ല അടപട ടേപ്പായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2 5 സ്റ്റാർ. ഓക്കെ, അങ്ങനെ ഗൈസ് ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർജറ്റ് പാട്രിക് വിയർ ആയിരുന്നു. സോ നമുക്ക് കിട്ടി. ഇനി ബാക്കിയുള്ള കോയിൻസ് മൊത്തം ഈ ഒരു പാക്കിലേക്ക് കൊടുക്കുന്നില്ല. നമുക്ക് വേറെ നല്ല പാക്ക് വരാണെങ്കിൽ അതിലേക്ക് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു കാർഡ് ട്രെയിൻ ചെയ്ത് നോക്കാം. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ ഹൈലൈറ്റ് കാർഡ് പോലും കിട്ടിയില്ല ഈ ഒരു പാക്കിൽ. 3 ട്രൈ എടുത്തിട്ട് അത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിപ്പോയി. എന്തായാലും നമ്മുടെ ടാർജറ്റ് കിട്ടിയല്ലോ, വലിയ വലിപ്പിക്കാനൊന്നും പറ്റില്ല. അറൗണ്ട് 2800 കോയിൻസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടാർജറ്റിന് കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ എന്തായാലും ട്രെയിൻ ചെയ്യാൻ പോകണം ഈ ഒരു കാർഡ്. ഓക്കെ, ഇവിടെ ഓർഡർ ഓഫ് സൈനിങ്. ഓക്കെ, കിടക്കും ഗൈസ്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കളിപ്പിച്ച് നോക്കിയൊരു അഭിപ്രായം പറയാം. പിന്നെ ഈ ഒരു കാർഡ് ഇനി ഒരു ആങ്കർമാൻ പ്ലേയിങ് സ്റ്റൈലിലെ പാട്രിക് വിയർ എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല. സോ കോയിൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്ത ഐഡിയിലേക്ക് നോക്കാം. സോ ഗൈസ്, ഞാൻ റെക്കോർഡിങ് ഓണാക്കാൻ മറന്നുപോയി. ഓൾറെഡി 4 ട്രൈ കൊടുത്ത്, നമുക്ക് 5ാമത്തെ ട്രൈ കൊടുത്ത് നോക്കാം. സോ 5 ട്രൈ ആയിട്ട് ഒന്നും കിട്ടിയില്ല. 3 സ്റ്റാർ ആണ്. നമ്മൾ സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ ഇതൊന്ന് പൊസിഷൻ ഒന്ന് മാറ്റി നോക്കാം. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ട്രിക്കൊന്നുമല്ല, സ്റ്റിൽ എന്നാലും നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് 6th ട്രൈ സെൻറ്റർ ബാക്ക്. രക്ഷയില്ലല്ലോ. ഓക്കെ, 7th ട്രൈ കൊടുത്ത് നോക്കാം. സ്കിപ്പ്, അതും ബേസ് തന്നെ. ഇനി 8th ട്രൈ. നമ്മൾ വേഗം സ്പിൻ ചെയ്ത് തീർക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, രക്ഷയില്ല. ഇനി 9th ട്രൈ. അത് രക്ഷയില്ല. ഓക്കെ, 10ാമത്തെ ട്രൈ. കമോൺ കൊണാമി, എന്തെങ്കിലും. AMF എല്ലാം പോട്ടെ, ചെറുക്കിയാണ്. 4 സ്റ്റാർ. ഓക്കെ, 11th ട്രൈ. 900 ഒന്നിച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, ഇനി 12th ട്രൈ കൊടുത്ത് നോക്കാം. ഇത് സാർബിയോ ബേസ്. ഇനി 13ാമത്തെ ട്രൈ. ഇനി 1000 കോയിൻ മാത്രമേ ബാക്കിയുള്ളൂ. അതും ഇല്ലേ, GKയോ. ഓക്കെ, ഇനി എന്തായാലും ഒരു 900 കൊടുത്ത് നോക്കാം. ഓക്കെ, കുറച്ചോനെ
DMF വൈറ്റ് ജേഴ്സി ഫെനർബാഷെ കാണ്ടയോ? അയ്യോ, ഇനി ലാസ്റ്റ് 100 ഗൈസ് സെൻട്രൽ ബാക്ക്. ഓക്കെ, അങ്ങനെ 2300 കോയിൻ സക്സസ്ഫുള്ളി മൂഞ്ചിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും വേറൊന്നും ചെയ്യാനില്ല. നമുക്കിനി ഇതിൽ നമ്മുടെ പെനാൽറ്റി റിവാർഡ്സിൻ്റെ ഒരു ഫ്രീ ട്രൈ ഉണ്ട് കറക്കാൻ. ഇതിലെനിക്ക് ഒരു ഷോർട്ട് ടൈമും ഒരു ഹൈലൈറ്റാണ് ബാക്കി. യെസ്, ഇറ്റ്സ് എ ഷോർട്ട് ടൈം. ഓക്കെ, അക്കാഞ്ചി. ഓക്കെ, ഇത് നമ്മുടെ ഇനി അടുത്ത വരാൻ പോകുന്ന വോക്സ്ട്രോ മിക്കവാറും ഈ ഒരു ഫ്രീ ഷോർട്ട് ടൈം പാക്കിൻ്റെ ആയിരിക്കും. നമ്മളെന്തായാലും അതെന്തായാലും ഒരു ട്രൈ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ലക്കില്ലാത്ത സ്ഥിതിക്ക് റൈറ്റ്. ഓക്കെ, അതും ബേസാണ്. സോ ഗൈസ്, നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ആക്ച്വലി നല്ലൊരു പാക്കാണ് വന്നിട്ടുള്ളത്. കോയിൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 1-2 ട്രൈ കൊടുത്തു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.